കേരളത്തിലെ ടോപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ മൊത്തം 14 ജില്ലകളിലായി 12 മെഡിക്കൽ കോളേജസ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് മൊത്തം 1755 സീറ്റ് ഉണ്ട്. ഇതിൽ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയായിട്ട് പോകും. ബാക്കി 85% സീറ്റ് സ്റ്റേറ്റ് കോട്ടയിലാണ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ പല കുട്ടികളും പല പ്രിഫറൻസ് ആണ് അവർക്ക്. ചിലർക്ക് വീടിനടുത്തുള്ള കോളേജ് തന്നെ വേണം, ചിലർക്കാണെങ്കിൽ കുറച്ച് യാത്രയൊന്നും ചെയ്താലും കുഴപ്പമില്ല, ഏറ്റവും ബെസ്റ്റ് കോളേജ് വേണം. ചിലർക്കാണെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുള്ള കോളേജ് പഠിക്കണം എന്നായിരിക്കും. ആർട്സ്, സ്പോർട്സ് ഇതൊക്കെ ഉള്ള കോളേജ് വേണമെന്നായിരിക്കും. ചിലർക്ക് അക്കാദമിക്സ് ആയിരിക്കും കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്. അവർക്കാണെങ്കിൽ കുറേ പേഷ്യൻസിനെ കാണണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരും അവരവരുടെ ചോയ്സ് ഫില്ല് ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നല്ലൊരു റാങ്ക് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഒന്നിനു വേണ്ടി വന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജ്, അത് നമ്മുടെ ഡ്രീം കോളേജ് നമ്മൾ എന്തായാലും ചൂസ് ചെയ്യണം. കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3000-ലധികം ബെഡുള്ള, ഒരു ദിവസം 6000-ലധികം ഒക്കെ പേഷ്യൻസ് വരുന്ന ഒരു വലിയ ക്യാമ്പസാണ്. അവിടെ അക്കാദമിക്കലി ആണെങ്കിലും പ്രോഗ്രാംസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മുമ്പിലുള്ള ഒരു കോളേജാണ്. ഓരോ കുട്ടിയും എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഡ്രീം കോളേജ് ഉണ്ടാവും. നമ്മുടെയൊക്കെ ഉള്ളിൽ കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും അങ്ങനെ പറയാവുന്ന അവരുടെ ഡ്രീം കോളേജ് ആയിരിക്കും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. എയിംസ് പോലുള്ള കോളേജസിൽ കിട്ടാവുന്ന മാർക്ക് ഉണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ച് കാലിക്കറ്റ് ഓപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വന്നത് 275 ആണ്. അവിടെ മൊത്തം 250 സീറ്റ്സ് ആണുള്ളത്. നമ്മുടെ ലാസ്റ്റ് റാങ്ക് 275 എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കൊരു 585 മാർക്സിന് മുകളിലോട്ടുള്ളവർക്ക് അവിടെ അഡ്മിഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞതാണ്. ഒരു 585 മുകളിലോട്ടൊക്കെ 250-ക്കകത്ത് റാങ്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് എല്ലാ കുട്ടികളും പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. കാലിക്കറ്റിനൊപ്പം തന്നെ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അക്കാദമിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ലാസ്റ്റ് റാങ്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 428 ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മൊത്തം 250 സീറ്റാണ് ഉള്ളത്. അടുത്ത ഒരു സെറ്റ് ഓഫ് കോളേജസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ്. ഇതിൽ ഓരോ കോളേജസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ കോട്ടയം നോക്കുകയാണെങ്കിൽ അക്കാദമിക്കലി അവർ ഭയങ്കര മുന്നിലുള്ള ഒരു കോളേജാണ്. തൃശ്ശൂരാണെങ്കിൽ അക്കാദമിക്സിനോടൊപ്പം ഒരുപാട് ആർട്സ് ഫെസ്റ്റ് ഒക്കെ നടത്തുന്ന കോളേജാണ്. സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, അവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ആലപ്പുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ എൻ്റെ കോളേജാണ്. അവിടെ അക്കാദമിക്കലി ആണെങ്കിലും ആർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായ കുട്ടികളുള്ള ക്യാമ്പസാണത്. ഈ കോളേജസിൽ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓരോന്നിലും 175 സീറ്റ് വെച്ചാണ് ഉള്ളത്. അതിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ജനറൽ കാറ്റഗറി ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 618 ആണ്. തൃശ്ശൂരാണെങ്കിൽ 632 ആണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 849 ആണ്. അടുത്ത കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. അവിടെ ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് 954 ആണ്. അവിടെ മൊത്തം 110 MBBS സീറ്റാണ് ഉള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ 100 സീറ്റാണുള്ളത്. ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് 947 ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി 110 MBBS സീറ്റുണ്ട്. ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 950 ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം ലാസ്റ്റ് റാങ്ക് 952 ആണ്. അവിടെയും 110 MBBS സീറ്റാണ് ഉള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി, ഈ കോളേജസിലും 100 സീറ്റ് വീതമാണുള്ളത്. അതിൽ പാലക്കാട് റിസർവേഷൻ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 1349 ആണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോന്നിയിൽ 1558 ആണ് ലാസ്റ്റ് റാങ്ക്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ 1729 ആണ് ലാസ്റ്റ് റാങ്ക്. നമ്മൾ കേരളത്തിലെ ടോപ്പ് സെൽഫ് ഫൈനാൻസിങ് കോളേജസിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ 20ഓളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലായി 2500ഓളം സീറ്റാണുള്ളത്. പ്രൈവറ്റ് കോളേജസിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയാണ് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്.
അതുകൂടാതെ ഹോസ്റ്റൽ ഫീസായി 1 ലക്ഷം രൂപയും സ്പെഷ്യൽ ഫീസായി 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയും ആകാറുണ്ട്. ഇത് ഓരോ കോളേജിനനുസരിച്ച് ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അവിടെ ജനറൽ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷത്തെ കേരള റാങ്ക് 2471. അടുത്തതായി കുട്ടികൾ ചൂസ് ചെയ്യുന്ന കോളേജാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇതും തൃശ്ശൂർ തന്നെയുള്ള കോളേജാണ്. 2671 ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നത്. പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് തിരുവല്ലയാണ് അടുത്ത കോളേജ്. അവിടെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 3342. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, അവിടുത്തെ കേരള റാങ്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് 3153. അടുത്തതായി MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, അവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 3409. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ലയാണ് അടുത്തത്. 3584 ലാസ്റ്റ് റാങ്ക്. ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം 3997 ലാസ്റ്റ് റാങ്ക്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം 5026 കേരള റാങ്ക് ലാസ്റ്റ് പോയിരിക്കുന്നത്. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് അടുത്തത്. 5966 ലാസ്റ്റ് റാങ്ക്. അടുത്തതായി KMCT മെഡിക്കൽ കോളേജ് മുക്കം കോഴിക്കോട് 6467 ലാസ്റ്റ് റാങ്ക്. അടുത്തതായി ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് കാരക്കോണം 6897 ലാസ്റ്റ് റാങ്ക്. SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം 7591 ലാസ്റ്റ് കേരള റാങ്ക്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളം 8182 ലാസ്റ്റ് റാങ്ക്. അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊല്ലം 8239 ജനറൽ കാറ്റഗറി ലാസ്റ്റ് റാങ്ക്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട് 9183 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് 8869 ലാസ്റ്റ് റാങ്ക്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട 9020 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒറ്റപ്പാലം 8311 ലാസ്റ്റ് റാങ്ക്. അൽ-അസ്സർ മെഡിക്കൽ കോളേജ് തൊടുപുഴ 9551 ലാസ്റ്റ് റാങ്ക്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ 10095 ലാസ്റ്റ് റാങ്ക് ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്. കേരളത്തിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് സെലക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.